ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങള് തേങ്ങ അരച്ച സമ്മന്തി ഉണ്ടാക്കാൻ പോവാ. നിങ്ങൾ എല്ലാവരും സമ്മന്തി കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പക്ഷേ ഹെപ്സിമ ഇല്ലേ ഇന്ന് നല്ല ഒരു സമ്മന്തിയുടെ റെസിപ്പി എന്നെ കാണിച്ചു. അതെങ്ങനെയാണെന്നറിയാമോ? പപ്പടം പൊള്ളിച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ട് സമ്മന്തി അരച്ച് തിന്നുന്നത് ഞങ്ങൾ തിന്നിട്ടില്ല. ഇന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ആദ്യം നമ്മൾ പപ്പടം ഇല്ല പൊള്ളിക്കാൻ പോവാ കേട്ടോ. ഞാൻ ചട്ടി ചൂടാക്കി ഈ സാധനം ഇല്ല, ഇത് കേരളത്തിലെയാ. പൊളിക്കാമേ. ആദ്യം നമുക്ക് ഇത് പപ്പടം എന്താ ചെയ്യണ്ടേ? പൊളിക്കണം. പപ്പടം പൊളിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്, അത് നമുക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു വെച്ചോ. ഇതാണ് കൊച്ചുള്ളി, പിന്നെ ഇതാണ് മുളക്, ചുമന്ന മുളക്, ചുമന്ന കടമുളക് എന്ന് പറയാം. പിന്നെ ഇത് പുളി. ഇതാണ് എവിടത്തെയാണ് ഉള്ളി? ഈ ഉള്ളി ഇല്ല ഫ്രണ്ട്സ്, ഇത് കേരളത്തിലെയാ, ഞങ്ങള് മനാലിയില്ല. ഇത് കേരളത്തിന്റെ ഉള്ളിയും ഛത്തീസ്ഗഡിന്റെ പുളിയും, പിന്നെ ഈ മുളകും ഇഞ്ചിയും ഇവിടുത്തെയാ. ഇത് മുളകും ഇഞ്ചിയും മണാലിയുടെ, പിന്നെ ഇവിടുത്തെ കണ്ടത്തിന്റെയാ. കണ്ടത്തിന്റെയാ. അപ്പൊ ഛത്തീസ്ഗഡും മനാലിയും കേരളവും ഈ മൂന്നും ഒരുമിച്ച് ഇത് ഇവിടുത്തെ. അപ്പൊ ഇത് മൂന്നും ഒരുമിച്ച് ഞങ്ങള് അരയ്ക്കാൻ പോവാണ്. പിന്നെ ഞങ്ങള് ഇത് 3 പപ്പടം ഞങ്ങള് പൊള്ളിച്ചു. തേങ്ങ ഇതാണ് അരച്ച ചേച്ചിയൊന്നല്ലല്ലോ. അരച്ചല്ല, തിരുമിയത്. തിരുമിയതല്ല. എനിക്കറിയാമല്ലോ, എനിക്ക് തേങ്ങ തിരുമാൻ അറിയത്തില്ലെന്ന്. എന്നെ നാണക്കെടുത്തു ആ ഫ്രണ്ട്സ്. നോക്കിയേ, ഈ തേങ്ങ ഇല്ല, എന്റെ അച്ചാച്ചൻ തിരുമി തന്ന. എനിക്ക് തേങ്ങ തിരുമാൻ അറിയത്തില്ല. എന്താണെങ്കിലും അച്ചാച്ചൻ എനിക്ക് തിരുമി തന്ന് നമുക്ക് സമ്മന്തി അരച്ച് തിന്നാമല്ലോ അല്ലേ ഫ്രണ്ട്സ്? നമ്മൾ 3 പപ്പടം വറുത്തെടുത്തു. ഇനി ഞങ്ങൾ വറുക്കാൻ പോകുന്ന ഈ സാധനങ്ങളാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇതെല്ലാം എണ്ണയുടെ അകത്തിടണം. എണ്ണയുടെ അടി അല്ല, എണ്ണയുടെ മേളി, എന്നിട്ട് അതിനകത്ത് ഇടണം. ഓക്കെ, അത് ഇത് കുറച്ച് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ഇത് എടുക്കണം, അത് കോരി എടുക്കണം. ഈ സമ്മതി തിന്നാനില്ല, ഭയങ്കര രുചിയാണ്. നിങ്ങൾ തിന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ പോകാം. ചോറിന്റെ കൂടെ ഇത് കഴിക്കണം, നല്ല ടേസ്റ്റാ. നമ്മള് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാ. അത് സാധനം ഇടാൻ പോവാ ഉള്ളി. ഇനി നമ്മൾ ഉള്ളി ഇടാൻ പോവാണ്. ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് പുളിയും ഇടണം, ഇഞ്ചി ഇടണം. അതെല്ലാം നല്ലപോലെ ഫ്രൈ ആക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ഇല്ല, ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് ഇത് ട്രൈ ചെയ്യാൻ പോവാം ഫ്രണ്ട്സ്. ഞങ്ങള് അത്രയും പരിചയമില്ല, പക്ഷെ എന്നാലും ഞങ്ങൾ അരച്ച് സമ്മന്തി ഇത് തിന്നാൻ പോവാം. അതെ, ഓക്കെ, ഇത് ഫ്രൈ ആയി. ഓക്കെ, ആദ്യം ഞങ്ങൾ ഈ സാധനങ്ങൾ ഞങ്ങൾ വറുത്തെടുത്തില്ല എണ്ണയ്ക്കകത്ത് നിന്ന്, അത് അരയ്ക്കാൻ. ആദ്യം നമ്മൾ മുളക് ഈ മുളക് ആദ്യം നമ്മൾ അരിക്കും. ഓ മൈ ഗോഡ്, എന്താ പവർ പറയാനാ. ചാച്ചിക്ക് ഭയങ്കര പവറാണ്. നല്ലോണം അറിയുന്നുണ്ട്. പിടിക്കാൻ അറിയത്തില്ല, എനിക്കറിയാം. ഇതിനെന്താ പറയുന്നതെന്ന് അറിയില്ല. ചാച്ചിക്ക് നല്ലപോലെ അറിയാനും അറിയാം. അരിക്കൽ കൊണ്ട് അറിയാനും അറിയാം. അപ്പൊ നല്ലോണം ചെയ്യുവാണ്. അപ്പൊ അടുത്തത് നമ്മൾ എനിക്ക് അരയ്ക്കാൻ അറിയാം കേട്ടോ. ഇതിനെ കൊണ്ട് അരപ്പിക്കാൻ പോവാ. ഇനി നമ്മൾ കൊച്ചുള്ളി ഇത് ഒരുമിച്ചാണ്. ഒരുമിച്ചിട്ടു. ഇഞ്ചി ഒരുമിച്ച് നമുക്ക് എല്ലാം കൊച്ചുള്ളികളെല്ലാം ഒന്നിച്ചിട്ടുണ്ട്. ചിലപ്പോ അരയ്ക്കുമ്പോ നമുക്ക് കൊതി വരും. മണം, നല്ല മണം. ഞാനൊന്ന് അരച്ച് കാണിക്കട്ടെ. മണം വരുന്നു. ഇപ്പൊ ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. നല്ല ഖുശ്ബു, നല്ല മണം. ആദ്യമായിട്ടാണ് മണമാ. ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ശരിയാ. വെരി ഗുഡ്, സക്സസ്. ഈ പുളി ഇടാ. എന്നാ മണം. പുളി ഇതാ, പുളി ഇട്ടാലേ ഇതിന് രുചി അല്ലേ? അയ്യോ കർത്താവേ, സ്തോത്രം. എന്താ ഭാര്യ ചാച്ചി ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നമ്മള് ഈ തേങ്ങ ആരാണ് അരച്ചത്? ചാച്ചിയല്ല അരച്ചത്. ആരാണ് അരച്ചത്? തിരുമിയത്. ആരാണ് തിരുമിയത്? ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇത് തിരുമാൻ അറിയത്തില്ല. ചാച്ച തിരുമിയതാ. അപ്പൊ തിരുമിയതാ പറയുന്നത്. അപ്പൊ ഇത് നമ്മള് ഇതിനകത്ത് ഇടാൻ പോകണം. കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്യണം. ഇതില്ല ഗായ്സ്, ഇവിടെ തണുപ്പ് ഇച്ചിരി കുറവായി, എന്നാലും മേഘമുണ്ട് വെളിയിൽ. ഒരു വെയിൽ വന്നപ്പോ ഒരു സമ്മന്തിയുടെ ഒരു വീട് കണ്ടപ്പോ തിന്നാൻ ഒരു ഭയങ്കര തോന്നൽ. അല്ലെങ്കിൽ ആഗ്രഹം അല്ലെങ്കിൽ സമ്മതി തിന്നാൻ പറ്റത്തില്ല.
ഉണ്ടല്ലേ? അതെ അതെ. ഇത് അരച്ച് കഴിഞ്ഞിട്ട് മൊത്തം ആയി കഴിഞ്ഞു. ചാച്ചി മൊത്തം ആക്കി. ഇനിയിപ്പൊ ഇതിന്റെ മേളിൽ നമുക്ക് ഇടണം ഉപ്പ്. നല്ല കളറായി, നല്ല കളറായി. ഇനിയപ്പം ഇതിന്റെ മേളിൽ നമുക്ക് ഉപ്പിടണം. ഇവിടുത്തെ ഉപ്പാ? ഇത് മതി. ഇതിന്റെ കൂടെ തന്നെ നമ്മള് പപ്പടം അരയ്ക്കാൻ പോവാ. ഇത് ആദ്യം അരയ്ക്കാം. പപ്പടം ഇട്ടത് അരച്ച് നോക്കാമോ? അരച്ചരച്ചെന്റെ കൈയാണ്. ഫ്രണ്ട്സ്, രണ്ടാമത്തെ പപ്പടം നമ്മുടെ ഹെപ്സിബ മോൾ അരയ്ക്കാൻ പോവാ. സമ്മതിക്കാത്തിട്ടെ ഇതാ ഇതിന്റെ സീക്രട്ട് രുചി. ഈ പപ്പട രുചിയാ. ഓ അതെ അതെ, പപ്പടത്തിന്റെ രുചിയായിരിക്കും ഇതിനകത്ത് പപ്പടം വെച്ച്. മൂന്നാമത്തെ പപ്പടം വരുന്നുണ്ട്. നന്നായിട്ട് വന്നു. വരുന്നില്ല, നന്നായിട്ട് വരുന്നുണ്ട്. നിനക്ക് അരയ്ക്കൽ അറിയാമല്ലോ. നിനക്ക് അരയ്ക്കൽ അറിയാം. ചെയ്യാൻ പഠിച്ചു. ഫസ്റ്റ് എക്സ്പീരിയൻസാ. അതെ, ആദ്യമായിട്ടാണ് ഞാൻ ഇത് അരയ്ക്കാൻ ചെയ്യുന്നത്. ആവി പറക്കുന്ന ചോറിന്റെ കൂടെയാണ് നമ്മൾ ഇത് കഴിക്കാൻ പോകുന്നത് അല്ലേ? മൊത്തം റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മള് ചോറിന്റെ കൂടെ കഴിക്കുന്ന ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇത് റെഡിയായി. നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി, പപ്പടമുള്ള ചമ്മന്തി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ കണ്ടോ, വേറെ കറികളുണ്ട്. പക്ഷെ ഇത് കൂട്ടി നമുക്കൊന്ന് കഴിക്കാൻ ഒരു മനസ്സ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇളക്കി ഒന്ന് കഴിക്കാം. ഇത് കുറച്ച് ഇളക്കണം. ഈ ചമ്മന്തി ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ അപ്പച്ചനൊക്കെ ഇല്ലേ, എനിക്ക് നിനക്ക് വാരി തന്നിട്ടുണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് വേണ്ട, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വാരി തന്നിട്ടുണ്ട്. പറ എങ്ങനുണ്ട്? നല്ല ടേസ്റ്റ്. ഇനി ഞാൻ ഉരുട്ടാം. എന്ത് രുചിയാ, സൂപ്പർ. വേറെ കാര്യമുണ്ട്, ഞങ്ങള് തണുപ്പാകുമ്പോൾ ചോറ് അങ്ങനെ കഴിക്കത്തില്ല. പക്ഷെ ഇന്നല്ലേ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് വെയിൽ വന്നോണ്ട് ഇതൊന്ന് ട്രൈ ചെയ്തതാ. ഇവിടെ ചപ്പാത്തിയാ കൂടുതൽ കഴിക്കുന്നേ. നിങ്ങൾ ട്രൈ ചെയ്തായിരിക്കും, ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും അല്ലേ? അതെ. അപ്പൊ ഈ റെസിപ്പി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയും നിങ്ങൾ എല്ലാരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, ലൈക്ക് ഇടണം, ഷെയർ ചെയ്യണം, കമന്റ്